നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭയിൽ ഇന്ത്യ സഖ്യത്തിന് 235 അംഗബലം. അതേസമയം NDAക്ക് 293. നരേന്ദ്രമോദിയാണ് NDAയുടെ ക്യാപ്റ്റൻ. എന്നാൽ പ്രതിപക്ഷ ടീമിന്റെ ക്യാപ്റ്റൻസിക്കായി ഇപ്പോൾ പുതിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിലെ ഒട്ടുമിക്കവരും ഇപ്പോഴുള്ള ക്യാപ്റ്റൻ രാഹുൽ ഗാന്ധിയെ മാറ്റുന്നതിനെ അനുകൂലിക്കുന്നതായാണ് പുറത്തുവരുന്ന വിവരം. ക്യാപ്റ്റൻ കസേരയെ ചൊല്ലി ടീം ഇന്ത്യയിൽ ആഭ്യന്തര കലഹവും തുടങ്ങിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാജ്യത്തെ 4 സംസ്ഥാനങ്ങളിലെ ഫലങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ചോദ്യം ചെയ്യാൻ ഇടയാക്കിയത്. ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം വിജയിച്ചെങ്കിലും കോൺഗ്രസിന്റെ പ്രകടനം മോശമായിരുന്നു. ഹരിയാനയിൽ ഏകപക്ഷീയമായ പോരാട്ടത്തിലാണ് കോൺഗ്രസ് പരാജയപ്പെട്ടത്. ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം വിജയിച്ചെങ്കിലും വിജയത്തിലെ നായകൻ രാഹുൽ അല്ല, ഹേമന്ത് സോറനായിരുന്നു. അതേസമയം മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. ജാർഖണ്ഡിലെയും ജമ്മു കാശ്മീരിലെയും ഫലങ്ങളോടെ പ്രാദേശിക പാർട്ടികൾ തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ ശക്തമാണെന്ന് തെളിയിച്ചു. എന്നാൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇത് സംഭവിച്ചില്ല. സഖ്യത്തിൽ ഉൾപ്പെട്ട മറ്റ് കക്ഷികൾ ഇതോടെ മാറ്റത്തിന് മുറവിളി കൂട്ടി തുടങ്ങി. മഹാരാഷ്ട്രയിലെ മഹാതോൽവിക്ക് പിന്നാലെ ഇന്ത്യ മുന്നണിയിലെ അന്തഛിദ്രം അതിശക്തമായിട്ടുണ്ട്. അയോധ്യയിലെ തർക്കമന്ദിരം തകർന്നതിന്റെ വാർഷികത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ഫേസ്ബുക്കിൽ ശിവസേന നേതാവ് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ മഹാവികാസ് അഘാഡിയിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്നുള്ള MLA-മാരുള്ള സമാജ്വാദി പാർട്ടി ഇറങ്ങിപ്പോയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിൽ മമത അതൃപ്തി പ്രകടിപ്പിച്ചതും മുന്നണിയെ താൻ നയിക്കാമെന്ന് പറഞ്ഞതും. കേട്ട പാതി കേൾക്കാത്ത പാതി മമതയ്ക്ക് പിന്തുണയുമായി ശരത് പവാറും രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൽ നിന്ന് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനം ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ നേതാവുമായ മമതാ ബാനർജിയെ ഏൽപ്പിക്കണമെന്ന നിർദ്ദേശവുമായി കൂടുതൽ സഖ്യകക്ഷികൾ രംഗത്ത് വന്നു. മമതാ ബാനർജി നേതൃത്വം ഏറ്റെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് അതിന് മുൻകൈ എടുക്കണമെന്ന നിലപാടിലാണ് മറ്റു കക്ഷികളുള്ളത്. കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയില്ല, വേണമെങ്കിൽ ഇന്ത്യ മുന്നണി നേതാവാകാം എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മമത പ്രഖ്യാപിച്ചത്. ഇന്നലെ മമതയെ പിന്തുണച്ച് ശരത് പവാറും പ്രസ്താവനയുമായി ഇറങ്ങി. മമത കഴിവുള്ള നേതാവാണ്. പ്രതിപക്ഷ സഖ്യത്തെ നയിക്കാനുള്ള അവരുടെ താല്പര്യം അറിയിക്കാൻ അവർക്ക് അർഹതയുണ്ട്. അവർ പാർലമെന്റിലേക്ക് അയച്ച MP-മാർ കഠിനാധ്വാനികളും കാര്യബോധമുള്ളവരുമാണ്, പവാർ മമതയെ അനുകൂലിച്ചു പറഞ്ഞു. RJD നേതാവായ തേജസ്വി യാദവും സമാനമായ അഭിപ്രായമാണ് പങ്കുവച്ചത്. മുന്നണി പല തട്ടുകളിലായി കഴിഞ്ഞു. സഖ്യം വിടാൻ തക്ക സമയം നോക്കിയിരിക്കുകയാണ് ശിവസേന. ശരത് പവാറിന്റെ പ്രതാപം തന്നെ ഏറെക്കുറെ അസ്തമിച്ചു. മമതയ്ക്കും മുന്നണി മടുത്തു. UP-യിലെ അഖിലേഷ് യാദവിന്റെ മഹാരാഷ്ട്ര ഘടകമാണ് മുന്നണി വിട്ടത്. UP-യിൽ അവർ കോൺഗ്രസിനെ ഒതുക്കി വെച്ചിരിക്കുകയുമാണ്. തെക്ക് DMKയ്ക്കും കോൺഗ്രസിനെ മടുത്തു എന്നാണ് സൂചന. പ്രത്യേകിച്ച് ചലച്ചിത്ര താരം വിജയുടെ പുതിയ പാർട്ടി കൂടി കളത്തിലിറങ്ങിയ സാഹചര്യത്തിൽ ഈ ഇന്ത്യ സഖ്യം പ്രവർത്തിക്കില്ല എന്ന് BJP നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സഖ്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഒരു വില്ലനെ പോലെയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന്മേൽ ചോദ്യങ്ങളുടെ ഒരു കെട്ടും കൂടി വന്നു തുടങ്ങിയിരിക്കുന്നു. സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരുമിച്ച് ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്ന കാഴ്ചയാണ് ഓരോ സംസ്ഥാനങ്ങളിലും. കോൺഗ്രസ് ഗ്രാഫ് താഴുകയാണ്. ഇതോടെ സഖ്യകക്ഷികൾ കോൺഗ്രസിൽ നിന്ന് അകലുകയാണ്. ഇതുകൂടാതെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പോലും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിൽ ചർച്ചാ വിഷയങ്ങളിൽ സംഘർഷമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.